നമസ്കാരം. അനേകം സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ പ്രവാസിയും വിമാനം കയറുന്നത്. വീട്, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, സ്വന്തമായി കുറച്ച് സമ്പാദ്യം, അങ്ങനെ നിരവധി ആഗ്രഹങ്ങളുണ്ടാവും പ്രവാസികൾക്ക്. ഈ സ്വപ്നങ്ങളൊക്കെ പാതിയിൽ വെച്ച് പൊലിഞ്ഞു പോകുന്ന പ്രവാസികളുമുണ്ട്. കാലക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധത്തിലോ ഒക്കെ ജയിലിലാകുന്നവരും ശിക്ഷ അനുഭവിക്കുന്നവരുമുണ്ട്. പ്രവാസ ജീവിതം അത്ര സുഖകരമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. വീട്ടിലേക്ക് പണം അയക്കാനായി എല്ലുമുറിയെ പണിയെടുക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് പ്രവാസ ലോകത്ത്. കിടക്കാടം മുതൽ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് മിക്ക പ്രവാസികളും കഷ്ടിച്ച് കടൽ കടക്കുന്നത്. എന്നാൽ അക്കരെ എത്തി ദുരിതത്തിന്റെ നടുക്കടലിൽ വീഴുന്ന പ്രവാസികളും കുറവല്ല. UAE 3 ഇന്ത്യൻ പ്രവാസികളുടെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. അതിൽ 2 പേർ മലയാളികളും ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിനിയുമാണ്. 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഇക്കൂട്ടത്തിലുള്ളത്. തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാസ്, മുരളീധരൻ PV എന്നിവരുടെ ശിക്ഷയാണ് UAE നടപ്പാക്കിയത്. കൊലപാതക കുറ്റത്തിനാണ് ഇരുവരുടെയും ശിക്ഷ നടപ്പാക്കിയത്. UAE പൗരനെ കൊലപ്പെടുത്തിയെന്ന പരാതിയാണ് മുഹമ്മദ് റിനാസിനെതിരെ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ പൗരനെ വധിച്ച കേസിലാണ് മുരളീധരന്റെ ശിക്ഷ നടപ്പാക്കിയത്. ഇവരുടെ ദയാഹർജികൾ UAE പരമോന്നത കോടതി തള്ളിയിരുന്നു. സാധ്യമായ എല്ലാ നിയമസഹായവും ഇരുവർക്കും ചെയ്തു നൽകിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കിയ വിവരം ഇരുവരുടെയും കുടുംബത്തെ അറിയിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. 3ാമത്തെ വധശിക്ഷ ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഷഹ്സാദി ഖാന്റെയായിരുന്നു. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു കോടതി വിധിയും ശിക്ഷയും. അബുദാബിയിലെ അൽ വഖ്ബ ജയിലിലായിരുന്നു ഷഹ്സാദി ഖാനെ പാർപ്പിച്ചിരുന്നത്. വധശിക്ഷ ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. ദയാഹർജി ഉൾപ്പെടെ സമർപ്പിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ UAE അനുമതി നൽകിയെങ്കിലും സാമ്പത്തിക പരിമിതി മൂലം പങ്കെടുക്കാനാകില്ലെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഷഹ്സാദി ഉത്തർപ്രദേശിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കോവിഡ് കാലത്ത് കുടുംബത്തെ സഹായിക്കാനായി ജോലിക്ക് ശ്രമിച്ചിരുന്നു. സമൂഹ മാധ്യമം വഴി ആഗ്രയിലെ ഉസബൈർ എന്ന ആളുമായി പരിചയപ്പെട്ടു. തന്റെ ബന്ധുവിന്റെ അബുദാബിയിലെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള അയാളുടെ ക്ഷണം സ്വീകരിച്ചു. 3-4 മണിക്കൂർ വരെ വീട്ടുജോലികൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. ഈ വാഗ്ദാനം സ്വീകരിച്ച ഷഹ്സാദി 2021 ഡിസംബറിൽ UAE യാത്ര തിരിച്ചു. 2022 സെപ്റ്റംബറിൽ ഇവരുടെ തൊഴിലുടമയുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 2022 ഡിസംബർ 7 കുഞ്ഞിനൊരു പ്രാദേശിക ആശുപത്രിയിൽ പതിവ് കുത്തിവയ്പ് നൽകുകയും തുടർന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ കുഞ്ഞ് അതേ ദിവസം രാത്രിയിൽ മരണത്തിന് കീഴടങ്ങി. ഇതോടെ ഷഹ്സാദിയുടെ തലവര മാറി. തുടർന്ന് ഷഹ്സാദിക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നു. വധശിക്ഷ വൈകാതെ നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് അവസാന ആഗ്രഹമെന്ന നിലയിൽ യുവതി വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിച്ചിരുന്നു. ഇത് തന്റെ അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കുമെന്നാണ് യുവതി വീട്ടുകാരോട് പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.